കൊലപാതകം, അതിക്രമിച്ച് കടക്കൽ എന്നീ 2 വകുപ്പുകൾ. ഈ 2 വകുപ്പുകളിലായിട്ടാണ് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് കോടതി. അതിനൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കലിൽ ഒരു 5 വർഷം കൂടിയുണ്ട്. പിന്നീട് പിഴ ശിക്ഷ, അത് 3,25,000 രൂപയാണ്. ഇരട്ട ജീവപര്യന്തം ഒന്നിച്ചനുഭവിച്ചാൽ മതി പ്രതി എന്നുള്ള കാര്യം കൂടി കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നു. അല്പസമയത്തിനകം പ്രതി ചെന്താമരയെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും. ശിക്ഷാവിധി ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെയുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ സജിതയുടെ കുടുംബം അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണവും എന്താണെന്നത് അറിയേണ്ടതുണ്ട്. തങ്ങൾക്ക് ഭയമാണ്, അതുകൊണ്ട് ഈ പ്രതിക്ക് വധശിക്ഷ തന്നെ വേണം എന്ന് സജിതയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഒരു സാക്ഷി ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് നാടുവിട്ട് പോയതുമാണ് ഈ ചെന്താമരയെ ഭയന്ന്. ചെന്താമരയുടെ വലിയ ഭീഷണിയുണ്ട് തങ്ങൾക്ക് എന്ന സാക്ഷി നേരത്തെ പറഞ്ഞിരുന്നു. അവർ നാടുവിട്ട് പോവുകയും ചെയ്തു. ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. പോത്തുണ്ടി സജിത വധക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തമാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അതിനൊപ്പം 5 വർഷം തടവ് ശിക്ഷ കൂടിയുണ്ട്. 3.25 ലക്ഷം രൂപ പിഴയും ഒടുക്കണം എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഈ ശിക്ഷാവിധി പ്രസ്താവത്തിലുണ്ട് എന്നുള്ളത് അല്പസമയത്തിനകം വ്യക്തമാകും. ഇനി പ്രോസിക്യൂഷന്റെ ഉൾപ്പെടെ പ്രതികരണം വരേണ്ടതുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രതികരണവും അതിനൊപ്പം വരേണ്ടതുണ്ട്. ഏതായാലും ശിക്ഷാവിധിയുടെ കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു. പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തമാണ്. സമീർ ബിൻ കരീം ഇപ്പോൾ കോടതിക്ക് മുൻപിലുണ്ട്. സമീർ, ഈ ചെന്താമരയെ ഇനി പുറത്തേക്ക് ഇപ്പോൾ തന്നെ ഇറക്കുമല്ലോ, മറ്റ് പ്രതികരണങ്ങളൊക്കെ വരേണ്ടതുണ്ട്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ് അല്പസമയത്തിനകം തന്നെ ചെന്താമരയെ പുറത്തേക്ക് ഇറക്കുമെന്നുള്ളതാണ് നമ്മളൊരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. പ്രതിയുടെ മാനസിക നില ഭദ്രമാണ് എന്ന് കോടതി നിരീക്ഷിച്ചു. ഒപ്പം തന്നെ പ്രതി സ്വഭാവം മാറുമെന്നോ നന്നാകുമെന്നോ ഉള്ള പ്രതീക്ഷയില്ല എന്നും കോടതി പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പരോൾ നൽകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സാക്ഷികളുടെ സുരക്ഷ അതുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ ഇവർക്ക് നഷ്ടപരിഹാരം, അതായത് ഈ സജിതയുടെ മക്കൾക്ക് നഷ്ടപരിഹാരം കൂടി നൽകണമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി പരാമർശിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ പരാമർശിച്ചുകൊണ്ടാണ് കോടതി ശിക്ഷാവിധി സംബന്ധിച്ച മറ്റു വിവരങ്ങളിലേക്ക് കൂടി വരേണ്ടതുണ്ട്. പ്രതിയുടെ മാനസിക നില ഭദ്രമെന്നുള്ള പരാമർശം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.